നമസ്കാരം, ഞാൻ റജിന ഇസ്മായിൽ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ബഹ്റൈൻ സമ്മർ ടോയ് ഫെസ്റ്റിവൽ 2025 ജൂലൈ 1 സാഖിറിലെ എക്സിബിഷൻ വേൾഡ് ബഹ്റൈനിൽ ആരംഭിക്കും. ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻസ് അതോറിറ്റി സംഘടിപ്പിക്കുന്ന ഈ ആഘോഷം ഒരു മാസം നീണ്ടു നിൽക്കും. ഓഗസ്റ്റ് 5 വരെ നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റ് ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 10 വരെയും വാരാന്ത്യങ്ങളിൽ ഉച്ചയ്ക്ക് 12 മുതൽ രാത്രി 10 വരെയുമായിരിക്കും പ്രവർത്തിക്കുക. സന്ദർശകർക്ക് നിരവധി ഓഫറുകൾ സ്വന്തമാക്കാനുള്ള അവസരവും സംഘാടകർ നൽകുന്നുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള നിരവധി അന്താരാഷ്ട്ര ഷോകളും ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. കളിപ്പാട്ട പ്രേമികൾക്ക് ഹാരി പോട്ടർ, വാൻകോ തുടങ്ങിയവയും അന്താരാഷ്ട്ര നാടക പ്രകടനങ്ങൾ, ടിപ്സ് റിയാൽ, സുവീനറുകളും സമ്മാനങ്ങളും വാങ്ങാനുള്ള അവസരവും ഈ പ്രദർശനത്തിന്റെ പ്രത്യേകതയാണ്. കുട്ടികളുടെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന 25 പ്രശസ്ത അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ അവതരണങ്ങളും ഈ പ്രദർശനത്തിന്റെ പ്രത്യേകതയാണ്. പരമ്പരാഗത മത്സ്യബന്ധന രീതികൾക്ക് പുതിയ നിയമങ്ങൾ പ്രഖ്യാപിച്ച് ബഹ്റൈൻ. സമുദ്ര പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനും മത്സ്യസമ്പത്തിന്റെ സുസ്ഥിരത ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് പുതിയ നിയമങ്ങൾ പ്രഖ്യാപിച്ചത്. ജൈവ വൈവിധ്യവും സമുദ്ര വിഭവങ്ങളും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഹാൻഡ് ലൈനുകൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം പൂർണ്ണമായും നിരോധിച്ചു. ഫലപ്രദമായ നടപ്പാക്കൽ ഉറപ്പാക്കുന്നതിനും പാരിസ്ഥിതിക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും ബോധവൽക്കരണ പരിശോധന ക്യാമ്പയിനുകൾ തുടരുമെന്ന് അതോറിറ്റി അറിയിച്ചു. പുതിയ നിയമപ്രകാരം വല ഉപയോഗിച്ച് മീൻ പിടിക്കുകയാണെങ്കിൽ വലയ്ക്ക് വലിയ ദ്വാരമായിരിക്കണമെന്ന നിബന്ധനയുണ്ട്. ചെറിയ ദ്വാരങ്ങളിൽ ചെറു മത്സ്യങ്ങൾ അകപ്പെടുമെന്നതിനാലാണ് ഈ നിർദ്ദേശം. കൂടാതെ വലകൾ 800 മീറ്ററിൽ കൂടുതൽ നീളം പാടില്ല. കരയിൽ നിന്ന് 1 നോട്ടിക്കൽ മൈൽ ചുറ്റളവിൽ വല ഉപയോഗിച്ച് മീൻ പിടിക്കരുത്. ഫ്ലോട്ടുകളിൽ ഉള്ള വലകൾക്കും നിരോധനമുണ്ട്. രാത്രികാലങ്ങളിലെ മത്സ്യബന്ധനവും നിരോധനത്തിലുണ്ട്. മത്സ്യത്തൊഴിലാളികളോടും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളോടും പുതിയ നിയമങ്ങളിലെ വ്യവസ്ഥകൾ പൂർണ്ണമായും പാലിക്കാനും നിർദ്ദേശത്തിൽ പറയുന്നു. ബഹ്റൈൻ കേരളീയ സമാജം മലയാളം മിഷൻ പാഠശാലയുടെ പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പ്രവേശനോത്സവം നാളെ നടക്കും. വൈകുന്നേരം 7:30 മുതൽ 9 മണി വരെ സമാജം ഡയമണ്ട് ജൂബിലി ഹാളിലാണ് പ്രവേശനോത്സവ ചടങ്ങ്. ചെണ്ടമേളം, സംഘഗാനം, സംഘനൃത്തം, മലയാളത്തിന്റെ ശ്രദ്ധേയ മെലഡികൾ കോർത്തിണക്കിയ ഗാനാമൃതം തുടങ്ങി കുട്ടികളും അധ്യാപകരും അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ളയും ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കിലും അറിയിച്ചു. BMC ന്യൂസ് ലൈവിൽ ഇനി ഒരു ഇടവേള. ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. വോയിസ് ഓഫ് അലപ്പി സംഘടിപ്പിച്ച ബിരിയാണി ചലഞ്ചിന്റെ ഭാഗമായി ലേബർ ക്യാമ്പിലെ തൊഴിലാളികൾക്ക് ഭക്ഷണം എത്തിച്ചു നൽകി. അസ്കറിലെ ക്യാമ്പിലെ 200-ലധികം തൊഴിലാളികൾക്കാണ് ഭക്ഷണം നൽകിയത്. ശുചീകരണ തൊഴിലാളികൾ, കെട്ടിട നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്നവർ തുടങ്ങി തുച്ഛവേതനക്കാർക്കാണ് വോയിസ് ഓഫ് ആലപ്പിയുടെ സഹായം ലഭിച്ചത്. വോയിസ് ഓഫ് ആലപ്പി പ്രസിഡന്റ് സിബിൻ സലീം അധ്യക്ഷനായ യോഗത്തിന് ബിരിയാണി ചലഞ്ച് കോർഡിനേറ്റർ ജോഷി നെടുവേലിൽ സ്വാഗതം പറഞ്ഞു. അൽ റയ അൽ അസ്ര ഗ്രൂപ്പ് മാനേജറും വോയിസ് ഓഫ് ആലപ്പി അംഗവുമായ തോമസ് സാമുവൽ, വോയിസ് ഓഫ് ആലപ്പി ട്രഷറർ ബോണി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ബിരിയാണി ചലഞ്ച് കോർഡിനേറ്റർ ഗിരീഷ് കുമാർ ജി എല്ലാവർക്കും നന്ദി അറിയിച്ചു. അൽ അസ്ര റെസ്റ്റോറന്റുമായി സഹകരിച്ചാണ് വോയിസ് ഓഫ് ആലപ്പി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. വോയിസ് ഓഫ് ആലപ്പിയുടെ റിഫ, മനാമ, ഗുദൈബിയ, ഉമ്മലസം, സൽമാബാദ്, ഹമദ് ടൗൺ, മുഹറക് ഏരിയ കമ്മിറ്റികളും ലേഡീസ് വിംഗും ബിരിയാണി ചലഞ്ചിന്റെ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ചു. വിവിധ ഏരിയ കോർഡിനേറ്റർമാർ, വോയിസ് ഓഫ് ആലപ്പി ഭാരവാഹികൾ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ഏരിയ ഭാരവാഹികൾ, ഏരിയ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ലേഡീസ് വിംഗ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ ബിരിയാണി ചലഞ്ചിന്റെ വിജയത്തിനായും
ലേബർ ക്യാമ്പിലെ ഭക്ഷണ വിതരണത്തിനും പ്രവർത്തിച്ചു. ഇന്ത്യൻ ഹാജിമാർക്കുള്ള വിശദമായ റൂട്ട് മാപ്പ് പുറത്തിറക്കി. മക്കയിലെ ഹജ്ജ് കർമ്മങ്ങൾ നടക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളായ മിന, അറഫ എന്നിവിടങ്ങളിലെ ഇന്ത്യൻ ക്യാമ്പ് റൂട്ട് മാപ്പ് ആണ് പ്രസിദ്ധീകരിച്ചത്. ഇന്ത്യൻ ഹജ്ജ് മിഷൻ തയ്യാറാക്കിയതാണ് വിശദ വിവരങ്ങൾ അടങ്ങിയ മാപ്പ്. ഹജ്ജ് കമ്മിറ്റിയിലൂടെയും പ്രൈവറ്റ് ഓപ്പറേറ്റർമാർ വഴി എത്തുന്ന ഹാജിമാരുടെയും മിനയിലെയും അറഫയിലെയും താമസ കേന്ദ്രങ്ങളുടെ മാപ്പാണിത്. പ്രധാന ആശുപത്രി സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങൾ, ക്ലിനിക്കുകൾ, ഡിസ്പെൻസറികൾ, മെട്രോ സ്റ്റേഷനുകൾ, മസ്ജിദ്, പ്രധാന റോഡുകൾ എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് മാപ്പ്. ഹാജിമാർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന തരത്തിലാണ് മാപ്പ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ലോക സുന്ദരിപ്പട്ടം ചൂടി തായ്ലൻഡിലെ ഒബാൽ സുജാത. ഹൈദരാബാദിലെ ഹൈടെക്സ് എക്സിബിഷൻ സെന്ററിൽ നടന്ന 72ാമത് മിസ് വേൾഡ് കിരീട മത്സരത്തിൽ എത്യോപ്യയുടെ എലീസെ റാൻബ, മാർട്ടിൻ ക്യൂവിന്റെ ഒറാളി ജോഷിം, പോളണ്ടിന്റെ മാജ ക്ലാഡ്ജ എന്നിവരെ പിന്തള്ളിയാണ് ഒബാൽ സുജാത ഒന്നാമതെത്തിയത്. ലോകസുന്ദരി മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചെത്തിയ നന്ദിനി ഗുപ്തയ്ക്ക് അവസാന 8-ൽ ഇടം പിടിക്കാനായില്ല. നിലവിലെ മിസ് വേൾഡ് ജേതാവായ ചെക്ക് റിപ്പബ്ലിക്കിന്റെ ക്രിസ്റ്റീന പിസ്കോല ഒബാൽ സുജാതയെ കിരീടമണിയിച്ചു. ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി PV അൻവർ മത്സരിക്കും. തിങ്കളാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. തന്റെ ജീവൻ നിലമ്പൂരുകാർക്ക് സമർപ്പിക്കുകയാണ്. താനല്ല സ്ഥാനാർത്ഥി, മറിച്ച് നിലമ്പൂരിലെ ജനങ്ങളാണെന്നും അൻവർ പറഞ്ഞു. അതേസമയം ചിഹ്നം സംബന്ധിച്ചുള്ള ചർച്ചയിൽ അന്തിമ തീരുമാനം ആയിട്ടില്ലെന്നും അൻവർ പറഞ്ഞു. മലയോര കർഷകർക്ക് വേണ്ടിയിട്ടാണ് താൻ ഈ പോരാട്ടം മുഴുവൻ നടത്തിയത്. അവർക്ക് വേണ്ടിയിട്ടാണ് തന്റെ പോരാട്ടമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. കേരളത്തിൽ മഴ ജാഗ്രത തുടരുകയാണ്. ഇന്ന് ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീവ്ര അതിതീവ്ര മഴ മുന്നറിയിപ്പുകളില്ലെങ്കിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ കിട്ടിയേക്കും. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെ അത്ര ശക്തമായ മഴയ്ക്ക് ഇനി സാധ്യതയില്ല. ഈ സീസണിലെ ആദ്യ തീവ്ര മഴ ദിവസങ്ങൾ അവസാനിക്കുന്നുവെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. അതേസമയം കേരള തീരത്ത് ശക്തമായ കാറ്റിനും കടൽക്ഷോഭത്തിനും സാധ്യത തുടരുകയാണ്. മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. തുടർച്ചയായ മഴയ്ക്ക് അല്പം ശമനമുണ്ടായിരിക്കുകയാണ് ഇടുക്കിയിൽ. മഴ കുറഞ്ഞതിനെ തുടർന്ന് ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം നീക്കി. മഴ കുറഞ്ഞ സാഹചര്യത്തിലാണ് തീരുമാനം. ജലവിനോദങ്ങളായ ബോട്ടിംഗ് ഉൾപ്പെടെ ഉള്ളവയുടെ നിയന്ത്രണം നീക്കിയിട്ടില്ല. എന്നാൽ മറ്റിടങ്ങളിൽ സന്ദർശനം നടത്തുന്നതിന് അനുമതി നൽകി. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് മലയാളം ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.